ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. മെഷീനിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചപ്പാത്തി മെഷീനിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊന്ന് ഉണ്ടാക്കണമെന്ന് കണ്ടുപോയിക്കോളെ കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും, പാക്കറ്റാക്കി വെച്ചിട്ടുണ്ടാവും ചപ്പാത്തി. ചിലത് ചുട്ട തന്നെ ഉണ്ടാവും, ചിലത് ഹാഫ് ഭാഗമായിട്ടില്ല, കുക്കിംഗ് ആയിട്ടില്ല ഉണ്ടാവും. അതൊക്കെ ഇതേമാതിരിയൊക്കെ തന്നെയാണ്. മെഷീനൊക്കെ ചിലപ്പോൾ പലതും ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടുത്തെ മെഷീനിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒന്ന് കണ്ടുപോയിക്കോളെ കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ആട്ട കുഴക്കുകയാണ്. ആട്ട കുഴക്കുമ്പോൾ അതിക്ക് ഒരു നോർമൽ ചൂടുവെള്ളം, പിന്നെ കുറച്ച് ഓയിൽ. അപ്പോൾ ആട്ട നമ്മൾ എത്ര എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഓയിൽ ഒഴിക്കണം, കൂടുതലൊന്നും വേണ്ട. അതേമാതിരി ഉപ്പും. അപ്പോൾ നോർമൽ ചൂടുവെള്ളം ഉപ്പും ഇട്ടിട്ട് ആട്ട കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു 20 കിലോ ആട്ട വളർത്തിയിട്ടുണ്ട്. 25 കിലോ ആട്ട ഉണ്ടാവും. അപ്പോൾ അതിക്ക് ഒരു 1 ലിറ്റർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവും. 1 ലിറ്റർ ഓയിലും ഒഴിക്കണം അതിക്ക്. ഇത് മെഷീൻ ചപ്പാത്തി ആകുമ്പോൾ ഓയിൽ കുറച്ച് കൂട്ടണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് പ്രഷർ അടിയുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അത് ഞങ്ങൾക്ക് മെഷീനിൽ വെക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം, കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആട്ടയൊക്കെ കുഴച്ചെടുത്തു. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോള് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. സാധാരണ കൈ കൊണ്ട് ഉണ്ട പിടിക്കുകയാണെങ്കിൽ അതും ചെയ്യാം, പക്ഷെ നമ്മൾ കൂടുതലില്ലതുകൊണ്ട് ഇതേമാതിരി ചെയ്യാണ്. കുറച്ചൊക്കെ ഉള്ളതായിട്ട് ഉണ്ട പിടിക്കുകയാണെങ്കിൽ റൗണ്ടായിട്ട് ശരിക്കും നല്ല റൗണ്ട് ചപ്പാത്തി കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ അത്ര സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടുന്ന അത്ര വലിയ ചപ്പാത്തിയല്ല. ചപ്പാത്തിക്ക് കുറച്ച് ചെറുപ്പുണ്ടാവും, കാരണം അത് മെസ്സിൽ കൊടുക്കാനുള്ളതാണ്. അത് ആൾക്കാർ ഇഷ്ടമാതിരി അവർക്ക് ആവശ്യമെല്ലാം എടുത്ത് കഴിക്കും. ചില പാകിസ്ഥാനികളൊക്കെ 10, 12, 15, 20 ചപ്പാത്തി കഴിക്കുന്നവരൊക്കെ ഉണ്ട്. കാരണം അവർക്കൊന്നും ഈ റൊട്ടിയൊന്നും ഒന്നുമല്ല. അതുപോലെ പാകിസ്ഥാനി റൊട്ടി പറഞ്ഞാൽ ഈ ഓലൊരു അങ്ങനത്തെ ഒരു 3 റൊട്ടി ഉണ്ടെങ്കിൽ ഇതൊരു 10 റൊട്ടികളുണ്ടാവും, 10 ചപ്പാത്തി ഉണ്ടാവും. അത്രയും വലിപ്പക്കാരാണ് അവരുടെ റൊട്ടിക്ക്. അപ്പോൾ അവരതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കിത് 3 4 കഴിച്ചാൽ ഒന്നും ആവില്ല. നമ്മൾ കുറച്ച് ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ബോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. സാധാരണ ബോൾ കൈകൊണ്ട് കട്ട് ചെയ്യുക. ബോൾ പിടിക്കുക, നമ്മളെ പൊറാട്ടക്കൊക്കെ ബോൾ പിടിക്കണ മാതിരി ചപ്പാത്തിക്ക് ബോൾ പിടിക്കുക ചെയ്യുക. അത് കുറച്ചൊക്കെ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു നേരം തന്നെ 10, 800, 1000. ഇപ്പോൾ കുറച്ച് കുറവാണ്, എന്നാലും 10, 1000 ചപ്പാത്തിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇവിടെ ബോൾ പിടിച്ച് വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കിക്കോളി. മെഷീൻ ചപ്പാത്തി കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കിക്കോളി. ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങി പാക്കറ്റ് വാങ്ങി നിങ്ങൾ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നില്ല അറിയണ്ടേ. അപ്പോൾ അതിക്ക് കൂട്ടേണ്ട സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഓയിലും പിന്നെ നമ്മൾ കുറച്ച് നോർമൽ ചൂടുവെള്ളം ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ചിലവർ മൈദയൊക്കെ കൂട്ടും ചപ്പാത്തിയിൽ. നമ്മൾ മൈദ ഒന്നും കൂട്ടാറില്ല. മൈദ കൂട്ടണ വെച്ചാൽ ഒരു കളറിന് വേണ്ടിയിട്ട് മൈദ കൂട്ടുന്നവരുണ്ട്. ഇവിടെ നമ്മൾ മൈദ ഒന്നും കൂട്ടാറില്ല, ഫുൾ ആട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ബോളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി ഇവിടെ മെഷീൻ ചൂടായി വരുന്നുണ്ട്. മെഷീൻ നല്ല പാകത്ത് അതിൻ്റെ ടെമ്പറേച്ചറും അതൊക്കെ ലെവലായി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ഇതാണ് അപ്പോൾ നമ്മളെ മെഷീൻ ചപ്പാത്തിൻ്റെ കേട്ടോ. ചപ്പാത്തി മെഷീൻ പല രൂപത്തിലുള്ള മെഷീനുണ്ട് കേട്ടോ. ഇതിൽ തന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ചപ്പാത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത് ആ റൗണ്ടിൽ പോയിട്ട് ഇങ്ങനെ കറങ്ങി വന്ന് പുറത്ത് ചാടുമ്പോൾ ചപ്പാത്തി റെഡിയാവും. ചിലതുണ്ട് ഫ്രഷ് അടിച്ച് കിട്ടും, പിന്നെ നമ്മൾ വേറെ തവയിൽ ചുട്ടെടുക്കണം. അങ്ങനെയുള്ള മെഷീനും ഉണ്ട്. പക്ഷെ അതിലേറെയൊക്കെ നല്ലത് ഇതാണ്. അതുകൊണ്ടോ ഇതാണ് പരിപാടി. ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുക. ഇതിലേറെയൊക്കെ വലിയ ചപ്പാത്തി ആക്കട്ടോ. ഇതന്നെ ആക്കാം. ആ ബ്രഷ് ചെയ്യണ സാധനം ഒന്ന് ലെവൽ ഒന്നും കൂടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും ലെവലായിട്ട് കുറച്ച് വലുതായിട്ട് കിട്ടും. ഇതിലേറെയും വലിപ്പത്തിൽ കിട്ടും. ഇതിപ്പോൾ നമ്മളൊരു നോർമൽ വലിപ്പമുള്ളത് ഉണ്ടാകുക.
പിന്നെ നമ്മളെ മെഷീന് കുറച്ച് പഴയതുമാണ് കേട്ടോ, ഒരു 10 കൊല്ലത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള മെഷീനാണ്. ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മെഷീന്, എന്നാലും കുഴപ്പമില്ല, ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഇടാൻ ആരും മറക്കരുത്. പുതിയ ആൾക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു കൊടുക്കാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ കിട്ടണമെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കുക. നല്ല ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ല അടിപൊളി ചപ്പാത്തിയാണ് കേട്ടോ. ഓയിൽ ഒഴിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ആ ബ്രഷ് ഉണ്ടല്ലോ, ഓയിലില്ലാതെ ആണെങ്കിൽ ആ ബ്രഷ് ചെയ്യണതിൻ്റെ മുകളിൽ അതിൽ ഒട്ടിപ്പിടിക്കും. ഇതിന് പറഞ്ഞാൽ ഗ്യാസും ഉണ്ട് കറണ്ടും ഉണ്ട്. ആ ബ്രഷ് ചെയ്യണ സാധനം അത് കറണ്ടിനുള്ളതാണ്, ഹീറ്റർ. പിന്നെ അടിയിലും മുകളിലും ഗ്യാസ് ഉണ്ട്, ഗ്യാസ് കത്തുന്നുണ്ട്. ആ തവയുടെ താഴെ ആ റൗണ്ടിൽ രണ്ടിൻ്റെയും താഴെ ഗ്യാസ് ഉണ്ട്. പിന്നെ മുകൾ ഭാഗത്തും 2 ബർണറുണ്ട്. അങ്ങനെ മൊത്തം 4 ബർണറിലാണ് മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ചപ്പാത്തിയാണ്. അത് നിങ്ങൾ കണ്ട കരിഞ്ഞാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ, കരിഞ്ഞൊന്നല്ല, അത് പൊങ്ങി വരുമ്പോൾ കുറച്ച് ചൂടാകുന്നതാണ്. നല്ല പൊങ്ങി വരികയാണെങ്കിൽ കരിയും. പക്ഷെ നല്ല പൊങ്ങാൻ നമ്മൾ ഇപ്പോൾ ചെറുതായിട്ടൊരു ഹോൾ ഇട്ടിട്ടാണ് വീട്ടിൽ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൊള്ളച്ച് ഭൂരി പൊള്ളക്കുന്ന മാതിരി പൊള്ളച്ചിട്ട് വരും. പക്ഷെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അറിയോ, ചപ്പാത്തിൻ്റെ സൈഡ് വേവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക. ഇനി നിങ്ങളെ കൂട്ടുകാർക്കാർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കണമെങ്കിൽ ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരൊക്കെ ഒന്ന് കണ്ടോട്ടെ. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ അതേമാതിരിയുള്ള മെഷീനൊക്കെ വരുന്നുണ്ട് അധികം. നോർത്ത് ഇന്ത്യൻസിലാണ് അധികം ഉള്ളത്, കേരളത്തിൽ വളരെ കുറവാണ്. എന്നാലും സംഭവം ഉണ്ട്. പക്ഷെ വേറെ മോഡലിലുള്ള മെഷീനൊക്കെ ഉണ്ട്. വലിയ വലിയ കാറ്ററിങ്ങുകൾ കൂടി ഹോട്ടലിൽ കൂടിയൊക്കെ ഉണ്ടാവും. പിന്നെ വെറും ചപ്പാത്തി കമ്പനി എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ പിന്നെ എല്ലാവർക്കും നാട്ടിൽ ചപ്പാത്തിയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഓക്കെ.